പിണറായി ഒറ്റപ്പെടുന്നു, കൈമലർത്തി സഖാക്കൾ. CMR മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് വീണ്ടും കുരുക്ക് മുറുകുകയാണ്. കാരണം ഇപ്പോൾ വീണയ്ക്കെതിരെ കൂടുതൽ തെളിവുകൾ വന്നിട്ടുണ്ടല്ലോ. വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനമായിട്ടുള്ള ഫെമയടക്കം ചുമത്താനാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വീണയ്ക്ക് വരുന്ന ആളുകൾ അത്ര സുഖകരമായിരിക്കില്ല എന്ന് ചുരുക്കം. ഇഡിക്കെതിരെ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തി ഒരു പ്രതിരോധ ശ്രമം ശ്രമിച്ചിരുന്നു. പക്ഷേ പിണറായി വിജയന്റെ ED പ്രതിരോധം അങ്ങനെ പാർട്ടിയിലെ ആരും ഏറ്റെടുത്തതായി നമുക്ക് അറിയില്ല. MV ഗോവിന്ദൻ എന്തൊക്കെയോ പറഞ്ഞതിനപ്പുറത്തേക്ക് പാർട്ടിയിലെ മറ്റ് നേതാക്കളാരും തന്നെ പിണറായി വിജയന് വേണ്ടി രംഗത്ത് വരുന്നില്ല. കാരണം അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്, ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായിട്ട് എന്തെങ്കിലും തരത്തിലെ സമരപരിപാടികളോ അവരെ തടയാൻ ശ്രമിച്ചാലോ IP ബിനു അടക്കം കടന്നതുപോലെ 2-3 മാസം ജാമ്യമില്ലാതെ വലിയ നിയമക്കുരുക്കിലേക്ക് പോവുകയും ജയിലിൽ കിടക്കേണ്ടി വരികയുമെന്ന് സഖാക്കൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് പിണറായി വിജയൻ പാർട്ടിക്കെതിരായിട്ടുള്ള ആക്രമണമാണ് ED എന്ന തരത്തിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അത്തരം ശ്രമങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ഫലത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തിടെ ബിനോയ് വിശ്വം ഇതേക്കുറിച്ച് പറഞ്ഞത്, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം ഈ EDയെ പ്രതിരോധിക്കുന്ന പിണറായി വിജയന്റെ നിലപാടിന് എതിരായി പറഞ്ഞത് രാഷ്ട്രീയം വേറെ ബിസിനസ് വേറെ എന്നാണ്. അതായത് പിണറായിക്ക് വേണ്ടി EDയെ പ്രതിരോധിക്കാൻ CPIയെ കിട്ടില്ല എന്ന് കൃത്യമായി തന്നെ ബിനോയ് വിശ്വം പറഞ്ഞു വെച്ചു. ഒപ്പം തന്നെ CPM അണികളും നേതാക്കളും EDക്ക് എതിരായി, അതായത് ഇനി വരാൻ പോകുന്നത് ഇപ്പോൾ കണ്ട കാര്യങ്ങളൊന്നുമല്ല, അതിലും വലിയ കാര്യങ്ങളാണ് ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. വീണയെ മാത്രമല്ല റിയാസിനെ അടക്കം ചോദ്യം ചെയ്യുമെന്നുള്ള സൂചനകളാണ് വരുന്നത്. കാരണം EDക്ക് കൂടുതൽ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. വീണ വിജയന്റെ പിണറായിലുള്ള വസതിയിൽ നിന്ന് പിടിച്ചെടുത്ത ഡയറിയിലെ 9 പേജുകളിലാണല്ലോ ഇതിനകത്ത് ഈ കണക്കുകളെല്ലാം ഉള്ളത്. അപ്പോൾ അതിലെ 85 ലക്ഷം രൂപയാണ് ദുബായിലേക്ക് വീണ കടത്തിയിട്ടുള്ളത്. ഒപ്പം 2021 സോളസ് എന്ന് പറയുന്ന ഒരു പരസ്യ കമ്പനി 20 കോടി രൂപയുടെ ഒരു ഇടപാട് വീണയുമായി നടത്തിയിട്ടുണ്ടായി. അതും ഈ ഡയറി കുറിപ്പിലുണ്ട്. ആ 20 കോടി രൂപ എന്തിനു വേണ്ടിയിട്ട് ചെലവഴിച്ചു, എന്തിനാണ് ആ ഒരു ഇടപാട് നടത്തിയത് എന്നുള്ള ചോദ്യത്തിന് വീണ മറുപടി പറയേണ്ടി വരും. മാത്രമല്ല വിദേശ വിനിമയ നാണ്യ ചട്ടം അടക്കമുള്ളവ വീണയ്ക്കെതിരെ ചുമത്താനുള്ള സാധ്യത, അതായത് ഫെമ അടക്കമുള്ള കുറ്റം നിലവിൽ വീണയ്ക്കെതിരെ ചുമത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഇവിടെ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. കാരണം മുഹമ്മദ് റിയാസിനെയും ഇക്കൂട്ടത്തിൽ ED ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. കാരണം ഈ 20 കോടി രൂപയുടെ ഇടപാടിൽ റിയാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആ തുക ഉപയോഗിച്ചു എന്ന് EDക്ക് സംശയമുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് തെളിയണമെങ്കിൽ റിയാസിനെ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ, വീണയെ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ വരുന്ന 2 ആഴ്ചയ്ക്കകം വീണയെ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിപ്പിക്കും എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പ്രതിരോധിക്കാനായി പിണറായി വിജയൻ ഇത്തരത്തിൽ ഒരു പ്രസ്താവന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. കാരണം ED പാർട്ടിക്കെതിരെ തിരിയുന്നു എന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ IP ബിനുവിന്റെ അടക്കം നേരത്തെ തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ആ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സഖാക്കൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് പിണറായി വിജയൻ ഇനി EDക്കെതിരായി എന്തെല്ലാം ആഹ്വാനം നടത്തിയാലും അതിനെ പ്രതിരോധിക്കാനൊന്നും സഖാക്കളെ കിട്ടില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കാരണം ഇത് ഒരു വലിയ തട്ടിപ്പാണെന്നും ഇത് പിണറായി കുടുംബം നടത്തിയിട്ടുള്ള വലിയൊരു ഇടപാടാണെന്നും അതിൽ CMRലുമായി ബന്ധപ്പെട്ട ഒരു തട്ടിപ്പാണെന്നും അതേപോലെ തന്നെ സോളസ് പരസ്യ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പാണെന്നും സഖാക്കൾ തിരിച്ചറിഞ്ഞു. പഴയ പോലൊന്നുമല്ല, മേളിൽ നിന്ന് പറയുമ്പോൾ അത് അനുസരിക്കാനുള്ള ഒരു ബാധ്യതയൊന്നും ഇപ്പോൾ CPMനില്ല. കാലം പുരോഗമിച്ചു. മുകളിലുള്ള കക്ഷത്ത് ഘട്ടം വെച്ച നേതാവ് വന്നിട്ട് അത് ചെയ്യൂ, അയാളെ പോയി തല്ലൂ, അയാളെ പോയി കൊല്ലൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യില്ല. സഖാക്കൾക്ക് അവരുടെ പണിയുണ്ട്. അവർക്ക് ഈ പറയുന്ന കോടതി കയറി ഇറങ്ങാനൊന്നുമുള്ള നേരമില്ല. അതുകൊണ്ട് കൃത്യമായി തന്നെ ഇനി
വീണയെ വിളിപ്പിക്കുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് എതിരായിട്ട് ഒരു പ്രതിരോധമാണ് പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിനൊത്ത് സഖാക്കൾ ഒരു കാരണവശാലും രംഗത്ത് വരില്ല എന്നാണ് നേതാക്കളുടെ മൗനം സൂചിപ്പിക്കുന്നത്, അണികളുടെ മൗനം സൂചിപ്പിക്കുന്നത്. വീണ എന്റെ മകളാണ് എന്നതിന്റെ മേലെയാണല്ലോ ഈ ഇത്തരം പ്രശ്നങ്ങൾ വലിയ തോതിൽ ഉയർന്നു വരുന്നത്. മറ്റ് വീണ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരി ഭയങ്കര സ്വത്തിന്റെ ഒന്നും ഉടമയല്ലാരും. ഇതിൽ കേൾക്കുന്ന പണവും വളരെ വലിയ പണവും അല്ലാരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എത്രയാണെന്നുള്ളത്. അപ്പോ എൻ്റെ മകളായതുകൊണ്ട് ഈ വിചിത്രമായ നടപടികൾ കൂടി വരികയാണല്ലോ. ഒരു കാര്യം, നമ്മുടെ ED ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കും. സാധാരണ ഏതെങ്കിലും കേസിൽ അങ്ങനൊരു പത്രക്കുറിപ്പ് ആദ്യം പുറത്തിറക്കാറുണ്ട്. ഇറക്കുന്ന പത്രക്കുറിപ്പ് എപ്പോഴും അല്ലെങ്കിൽ പത്രങ്ങൾ വാർത്തകൾ എടുക്കുന്നത് അവരുടെ വെബ്സൈറ്റിൽ നിന്നാണ്. സാധാരണ വെബ്സൈറ്റിലാണ് വിവരങ്ങൾ കൊടുക്കുക. അവർക്ക് കൊടുക്കേണ്ട വിവരങ്ങൾ കൊടുക്കുന്നു. അതിനകത്ത് ED കൃത്യമായി ആ പുറത്തിറക്കിയ സ്റ്റേറ്റ്മെന്റില് പത്രക്കുറിപ്പില് പിണറായി വിജയൻ എന്നല്ല P. വിജയൻ എന്നാ പറഞ്ഞിട്ട്. അങ്ങനെ P. വിജയൻ എന്ന് പറഞ്ഞിട്ട് ആൾക്ക് മനസ്സിലാകാതിരിക്കുമല്ലോ. അപ്പോൾ മുൻ മുഖ്യമന്ത്രി എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ് അങ്ങനെ പറയാനിടയാകുന്നത്? എൻ്റെ മകളാണ് വീണ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല, അതിനെപ്പറ്റി തർക്കമല്ല. പക്ഷെ എന്തിനാണ് എൻ്റെ പേര് ഈ സ്ഥാനപ്പേരടക്കം വെച്ചുകൊണ്ട് അതിൽ പറഞ്ഞത്? എന്താണ് അങ്ങനെ ഒരു വിചിത്രമായ നിലപാട് ഉണ്ടാകാൻ കാരണം? ഒന്നത് ഇരിക്കട്ടെ, അങ്ങനെ ആയാൽ തന്നെ എന്ത് കാരണത്താലാണ് ഇത്തരമൊരു പ്രസ്താവന നേരത്തെ കൊടുക്കൽ? ചെയ്യാൻ പാടില്ലാത്ത നടപടിയാണല്ലോ. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം കാര്യങ്ങളിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ എൻ്റെ അടുത്തേക്ക് കൂടി എത്തിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന പല ആളുകൾ കാണുമല്ലോ. അങ്ങനെയുള്ളതിൽ ഏറ്റവും അധികം എന്നോട് വലിയ ഇത്തരം താല്പര്യം പ്രകടിപ്പിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട്. അതിലൊന്നാണ് മലയാള മനോരമ. മാമൻ മാത്യു ആണല്ലോ അതിൻ്റെ തലപ്പത്തിരിക്കുന്നയാൾ. മാമൻ മാത്യുവിന് മലയാള മനോരമയിൽ നിയന്ത്രണമില്ല എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. ഇവര് സാധാരണ നില വിട്ടാണല്ലോ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എവിടുന്ന് കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് അന്വേഷണ ഏജൻസി കൊടുത്ത തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് വീണ പണം ഈ പറയുന്ന ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞത്? ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് റിയാസ് പണം ഹവാലിയായിട്ട് ഉപയോഗിച്ചു എന്നോ അങ്ങോട്ട് അയച്ചു എന്നോ അതൊക്കെ റിപ്പോർട്ട് ചെയ്തു? ഇപ്പോൾ നിയമ നടപടിക്ക് റിയാസ് തയ്യാറായല്ലോ. തയ്യാറായില്ല എന്നുള്ളതല്ല എൻ്റെ വിഷയം. എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഒന്നായ മാമൻ മാത്യു നേതൃത്വം കൊടുക്കുന്ന മലയാള മനോരമക്ക് ഇത്തരത്തിൽ ഒരു ശരിയല്ലാത്ത വാർത്ത കൊടുക്കാൻ കഴിഞ്ഞത്? അവർ സൃഷ്ടിക്കല്ലേ വാർത്ത? അങ്ങനെ വാർത്തകൾ സൃഷ്ടിക്കലാണോ നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യേണ്ടത്? പിണറായി വിജയനെതിരെയായാൽ എന്തും ചെയ്യാം, എന്തും സൃഷ്ടിക്കാം എന്നതാണോ അംഗീകരിക്കേണ്ട രീതി? എത്ര കാലമായി ഇങ്ങനെ തുടങ്ങിയിട്ട്? എന്താണ് ഇതിന്റെ ഫലം? നിങ്ങൾ ഉദ്ദേശിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞു? ഇവിടെ നിങ്ങളുടെ ചോദ്യത്തിന് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ. ഈ പറഞ്ഞ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വന്നപ്പോൾ എല്ലാ രീതിയിലും വീണ സഹകരിച്ചിട്ടുണ്ട്. ഒരു വ്യത്യാസവും അതിൽ കാണിച്ചിട്ടില്ല. അത് ഏത് അന്വേഷണത്തോടും സാധാരണഗതിയിൽ നമുക്ക് സ്വീകരിക്കേണ്ട നിലപാടാണ്. അത് പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. ഇനിയും വിവരങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ആ വിവരങ്ങൾ നൽകുന്നതിന് വീണയുടെ ഭാഗത്തുനിന്ന് യാതൊരു മടിയും ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ നല്ല ആത്മവിശ്വാസത്തോടെ തന്നെ പറയുന്നത്. അത് മാമൻ മാത്യു മനസ്സിലാക്കാൻ നല്ലതാണ്. അതുകൊണ്ടാണ് മാമൻ മാത്യുവിന്റെ പേര് ഞാൻ പറയുന്നത്. മാമൻ മാത്യു എൻ്റെ അടുത്ത സുഹൃത്താണ്. അല്ല അതുകൊണ്ടല്ല, അയാളും കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ.
എനിക്ക് പൂർണ്ണമായ വിശ്വാസം, അത് പൂർണ്ണ ബോധ്യം, ഞാനോ എൻ്റെ മകളോ എൻ്റെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരു ഹവാല ഏർപ്പാടിന് നിന്നിട്ടില്ല. ഒരു ഹവാല ഏർപ്പാടുമില്ല. എല്ലാം സംശുദ്ധമായി നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ കൈകൾ എല്ലാ കാലത്തും ശുദ്ധമാണ്, ഇനിയും ശുദ്ധമായിരിക്കും. ഇതിൽ കറവുണ്ട് ആക്കാം എന്ന് ധരിക്കണ്ട. അത് മാത്രമേ മാമൻ മാത്യുയോടും മലയാള മനോരമയോടും എനിക്ക് പറയാനുള്ളൂ. ഇനി മറ്റൊന്ന്, വിദേശത്തേക്ക് വിളിക്കാനായി വീണ ഉപയോഗിച്ച സിം കാർഡ് ഡിവൈഎഫ്ഐ നേതാവ് നന്ദുലാലിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നന്ദുലാലിന്റെ മൊഴിയുമുണ്ട്. അപ്പോൾ വീണയുടെ ഈ സിം കാർഡ് എങ്ങനെയാണ് നന്ദുലാലിന്റെ സിം കാർഡായി മാറിയത് എന്നതിനെ കുറിച്ചും അടുത്ത ചോദ്യം ചെയ്യലിൽ വീണയ്ക്ക് വിശദീകരിക്കേണ്ടി വരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ. അപ്പോൾ ചുരുക്കത്തിൽ ഇത്രയും ഉള്ളൂ. ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ നേരത്തെ നടന്നതുപോലെ ആയിരിക്കില്ല. കാരണം കൂടുതൽ സാമ്പത്തിക തട്ടിപ്പുകൾ വീണയ്ക്കും റിയാസിനും എതിരായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലിൽ അറസ്റ്റ് അടക്കമുള്ളവ ഉണ്ടായേക്കും. മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പിണറായി കുടുംബത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇടിച്ചു കയറുകയാണ്. ആ സമയത്ത് സഖാക്കൾ പ്രതിരോധിക്കാൻ വന്നില്ല എങ്കിൽ പിണറായിയുടെ രാഷ്ട്രീയ ജീവിതം തന്നെ, അദ്ദേഹത്തിൻ്റെ നേതൃപാടവം തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാടായി അത് മാറും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പ്രതിരോധിക്കുന്ന നിലയിൽ പിണറായി വിജയൻ പ്രസ്താവന നടത്തിയതും സഖാക്കൾ അക്കാര്യത്തിൽ മൗനം പാലിക്കുന്നതും. ഞങ്ങൾക്ക് അങ്ങനെ വീണയ്ക്ക് വേണ്ടി ജയിലിൽ പോയി കിടക്കാൻ സൗകര്യമില്ല എന്ന് തന്നെയാണ് CPM നേതാക്കളുടെയും അണികളുടെയും ഇപ്പോഴത്തെ നിലപാട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ മൗനത്തെ വ്യാഖ്യാനിക്കാൻ കഴിയും. ഒപ്പം തന്നെ ബിനോയ് വിശ്വവും പറഞ്ഞു വെക്കുന്നത്, ഞങ്ങൾ പിണറായി വിജയന് വേണ്ടി രംഗത്ത് വരില്ല, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി തുടരട്ടെ, വീണ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ വെള്ളം കുടിക്കട്ടെ, ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കട്ടെ എന്നുള്ള നടപടിയാണ് CPIയുടേതും. അങ്ങനെ പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും പിണറായി കുടുംബം ഒറ്റപ്പെടുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഭാവിയിൽ അത് നമുക്കൊരു പക്ഷേ നേരിട്ട് കാണാൻ കഴിയും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.